ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നോയമ്പുകാലം ഏതാണ്ട് വലിയ ആഴ്ചയോടടുക്കുന്നു. നമ്മുടെ നോയമ്പ് ഏറെ തീക്ഷ്ണതയോട് നമ്മൾ ആരംഭിച്ചതാണ്. നോയമ്പുകാലം എന്ന് പറയുന്നത് ഈശോയെ സ്നേഹിച്ച് വിശുദ്ധരായി പല തീരുമാനങ്ങളും എടുത്ത് മുന്നോട്ടേക്ക് വളരെ ശക്തിയോടെ യാത്ര ചെയ്യാമെന്ന വിചാരത്തിൽ പ്രതീക്ഷയിൽ നമ്മൾ ആരംഭിച്ചവരാണ്. എന്നാൽ നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ആ പ്രതീക്ഷകൾ എത്രത്തോളം പൂർണ്ണമാകുവാൻ കഴിഞ്ഞു എന്നത് നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതല്ലയോ? കാരണം പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതം ആരംഭിച്ച് കുറച്ച് കഴിയുമ്പോൾ നാം അവയിൽ നിന്നെല്ലാം പിന്മാറാറുണ്ട്, മടുത്തു പോകാറുണ്ട്. നമ്മെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസത്തിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമുള്ള ഒന്നാണെന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. കാരണം സങ്കീർത്തനത്തിലും അതുപോലെ ലേഖനത്തിലും നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ ആദ്യ വിശ്വാസത്തിൽ നമ്മൾ അവസാനം വരെ നിലനിന്നാലാണ് ഈശോയോട് കൂടെ കൂട്ടായ്മ പുലർത്താൻ കഴിയുന്നതെന്ന്. നമ്മൾ ഏത് ലക്ഷ്യത്തിനാണ് ഈശോയെ അനുഗമിച്ചത്, അതേ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ സ്ഥൈര്യം, ആദ്യത്തെ നിലനിൽപ്പിൻ്റെ അഭിഷേകം അവസാനം വരെ കാത്തു സൂക്ഷിക്കുവാൻ ഈ നോമ്പുകാലം നമുക്കിടയാകട്ടെ. നമ്മുടെ വിശ്വാസത്തിൻ്റെ സമർപ്പണം പ്രത്യേകിച്ച് അനുസരണത്തിലും സ്നേഹത്തിലും കൂട്ടായ്മയിലും സഭയിലൂടെ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് ദൈവത്തിൻ്റെ തിരുമനസ്സിന് ഏറ്റവും സന്തോഷകരവും നമ്മുടെ ഭക്തിക്ക് ചേർന്നതുമായി തീരട്ടെ. നമുക്കെല്ലാവർക്കും ദൈവത്തെ പൂർണ്ണമായി അനുഗമിക്കുവാൻ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു പൂർണ്ണത അവസാനം വരെയുള്ള ആദ്യത്തെ തീക്ഷ്ണതയുള്ള നിലനിൽപ്പിന് കാരണമായി തീരട്ടെ എന്ന് ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നോയമ്പിൻ്റെ എല്ലാവിധ നന്മകളും നേരുന്നു.